ഹായ് ഡിയേഴ്സ്! ഞാനിന്ന് ചെയ്യാൻ പോകുന്നതേ ഒരു ടെഡി ബിയർ തീം കേക്കാണ് കേട്ടോ. അപ്പോൾ ബ്ലൂ കളറിലാണ് ഞാനിത് ചെയ്യുന്നത്. കസ്റ്റമർ തന്നെയാട്ടോ ഈ ബ്ലൂ കളർ സെലക്ട് ചെയ്തത്. കാരണം അവരുടെ തീം ബ്ലൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇതിൻ്റെ മേളിൽ ക്രീമൊക്കെ ചെയ്ത് അത് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു മാംഗോ ഫ്ലേവർ കേക്കാണേ. അപ്പോൾ ഞാനിത് കേക്ക് ഫില്ല് ചെയ്യുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു അതൊന്നും നടന്നില്ല കേട്ടോ. കാരണം ക്യാമറ ഓഫായിപ്പോയി. പിന്നെ ഞാനിത് ഫില്ലൊക്കെ ചെയ്ത് ഇത് ക്രീമൊക്കെ ചെയ്ത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ക്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ലൈറ്റായിട്ടാണ് ഈ ബ്ലൂ കളർ ക്രീം കൊടുക്കുന്നത്. കാരണം ഓൾറെഡി വൈറ്റ് വെച്ചിട്ട് ഞാൻ ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കുവാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളറ് ഒന്നും കേക്കിന് വേണ്ടി വരത്തില്ല കേട്ടോ. ഇപ്പോൾ ദാ കേക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കേക്ക് ഫിനിഷ് ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യാവേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഞാൻ ടെഡി ബിയർ തീം കേക്കാണ് ചെയ്യുന്നതെന്ന്. ഞാൻ സെൻറ്ററിൽ തന്നെ ടെഡി ബിയറിനെ എടുത്ത് പ്ലേസ് ചെയ്തിട്ടോ. പിന്നെ ഞാൻ ഇതിനകത്ത് ചെയ്യുന്ന ടോപ്പറുകളെല്ലാം ക്രീം വെച്ചിട്ട് തന്നെ കേട്ടോ. നമ്മുടെ ഈ ഫ്രഷ് ക്രീം വെച്ചിട്ട് തന്നെ ഉള്ള ടോപ്പറുകളാണേ. അപ്പം നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും ഈ ക്രീം വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതെങ്ങാനും താഴെ വീണ് പോകുമെന്ന്. ഒന്നും പറ്റത്തില്ല കേട്ടോ. എനിക്ക് കസ്റ്റമർ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കാരണം അടിപൊളിയായിട്ട് ഇരിക്കുമായിരുന്നു കേട്ടോ. അവർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുമൊക്കെ കേക്ക് നന്നായിട്ട് തന്നെ ഇരിക്കുമായിരുന്നു. ടോപ്പറിനൊന്നും ഒന്നും പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കസ്റ്റമറിന് അതിനേക്കാളും ഭയങ്കരമായിട്ട് കേക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ഞാൻ ദാ ഇവിടെ ടോപ്പർ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ നമ്മുടെ റോസറ്റയും നോസിലും ഉണ്ട്. സൈഡിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഈ ടെഡി ബെയറിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ മേളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങളെല്ലാവരും കയറി കാണണം കേട്ടോ. അങ്ങനെ ഞാൻ ദാ കേക്കിൽ ഒരിച്ചിരി ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും മിക്സ് ചെയ്തിട്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ 2 ബ്ലൂവും കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിലൊരു ഇച്ചിരി വൈറ്റും കൂടി വന്നാൽ നന്നായിരിക്കും എന്ന് തോന്നി കേട്ടോ. അങ്ങനെ ഞാനൊരു ലീഫിൻ്റെ ഒരു ചെറിയ ലീഫിൻ്റെ ഒരുപാട് വലുതൊന്നുമല്ല ചെറുതായിട്ടൊരു ലീഫിൻ്റെ ഇതിൽ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് വൈറ്റും കൂടി കൊടുത്തിട്ട് താഴത്തെ ബോർഡർ വളരെ ചെറുതായിട്ടാട്ടോ കൊടുത്തേക്കുന്നത്. വലിയ ബോർഡറൊന്നും കൊടുത്തില്ല. കാരണം ഇതൊരു തീം കേക്ക് ആകുമ്പോൾ വളരെ സിമ്പിളായിട്ട് പോയാൽ മതിയല്ലോ. ഞാൻ ആദ്യം വിചാരിച്ചത് ബോർഡർ കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ ദാ ഇവിടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെക്കുക കേട്ടോ. മുകളിൽ വെക്കണം എന്നാണ് ടോപ്പർ മുകളിൽ തന്നെ വെക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ അവിടെ മുകളിൽ ടെഡി ബെയറൊക്കെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ സ്പേസ് ഇല്ലായിരുന്നല്ലോ. പിന്നെ ദാ ഞാൻ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഷുഗർ ബോൾസൊക്കെ ഇടുമ്പോൾ തന്നെ നമ്മുടെ കേക്കിൻ്റെ ലെവലങ്ങ് മാറും കേട്ടോ. ഭയങ്കര രസമായിരിക്കും പിന്നെ കാണാനായിട്ട്. നമ്മുടെ ഈ ചെയ്ത് വെച്ചേക്കുന്ന ടോപ്പറിലും ഈ സൈഡിലും കൂടി ഞാൻ ആ വൈറ്റ് ചെറിയ ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. ഇപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള കൂടുതൽ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരത്തുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴേ എനിക്ക് കൂടുതൽ ഇതേപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.